എനിക്ക് എന്നെ വഞ്ചിച്ച എൻ്റെ ഒരു സുഹൃത്തിനോട് തിരിച്ചും അതേ വഞ്ചന തന്നെ അവനും തിരിച്ചു നൽകണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിന് ഞാൻ തിരഞ്ഞെടുക്കുന്ന എൻ്റെ വഴികൾ കള്ളം, ചതി, വഞ്ചന എന്നുള്ള അവൻ എന്നോട് പ്രയോഗിച്ച അതേ വഴികൾ തന്നെയാണ് എനിക്ക് അവനോട് തിരിച്ച് പ്രയോഗിക്കേണ്ടതായിട്ടുള്ളത്. അവനെ ചതിക്കണം, അവനോട് എനിക്ക് പ്രതികാരം ചെയ്യണം. ഞാൻ എൻ്റെ പ്രതികാരം ചെയ്തു. അവസാനം ഞാനൊന്ന് ചിന്തിച്ചു നോക്കി. എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ്: ഞാനും അവനെ പോലെ, എന്നെ ചതിച്ച എൻ്റെ ആ സുഹൃത്തിനെ പോലെ ഞാനും ഒരു ചതിയനായ സുഹൃത്തായി മാറി. അല്ലാതെ ഞാൻ അതിൽ നിന്നും ഒന്നും നേടിയില്ല. അക്രമം കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞതുപോലെ പ്രതികാരം ഒന്നിനും ഒരു മരുന്നല്ല, അതൊരു രോഗമാണ്. അത് തിരിച്ചറിയുന്ന നിമിഷമാണ് നമ്മൾ ഒരു യഥാർത്ഥ മനുഷ്യനാകുന്നത്. ബുദ്ധൻ പറഞ്ഞതുപോലെ ഒരു തീക്കൊള്ളി നീ നിന്റെ ശത്രുവിന് നേരെ എറിയുമ്പോൾ ആദ്യം പൊള്ളുന്നത് നിന്റെ കൈകൾ തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പ്രതികാരം എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിയാൽ നമ്മൾ അനുഭവിക്കേണ്ട ആ മനസ്സമാധാനം, സന്തോഷം, ആ കുടുംബത്തിന്റെ ഭദ്രത എല്ലാം നമുക്ക് നമ്മുടെ അവസാന നാളുകളിൽ വരെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത്രയും പറഞ്ഞത് ഏതൊരു സിനിമാ പ്രേമിയെയും പോലെ എനിക്കും ഇഷ്ടപ്പെട്ട എൻ്റെ നായക നടൻ മമ്മൂട്ടിയുടെ 2022 പുറത്തിറങ്ങിയ റോഷാക്ക് എന്ന സിനിമയിലെ ചില എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാരണങ്ങളും സന്ദർഭങ്ങളും വിവരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഒരു ത്രില്ലർ മിസ്റ്ററി മൂഡിൽ ഇറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നിസാം ബഷീർ എന്ന സംവിധായകനാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഈ ചിത്രം അന്നത്തെ ഹിറ്റ് ചാർട്ടുകളിൽ ഇടം പിടിച്ച ഒരു ഹിറ്റ് ചിത്രം തന്നെയാണ്. പ്രതികാരം എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ പോരാ എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുകയേയില്ല. കുഴി കുഴിക്കുന്നത് പോലെ നമ്മൾ കുഴിച്ചുകൊണ്ടേയിരിക്കും. എത്ര ആഴത്തിൽ ചെന്നാലും മതിവരാത്ത രീതിയിൽ നമ്മൾ കുഴിച്ചുകൊണ്ടേയിരിക്കും. അതാണ് പ്രതികാരം എന്ന് പറയുന്ന ആ വികാരത്തിന്റെ ആ ഒരു പ്രത്യേകത. പ്രതികാരത്തിനായി നമ്മൾ നമ്മുടെ എനർജി, ടൈം, സന്തോഷം, മണി എല്ലാം ഇൻവെസ്റ്റ് ചെയ്യും. അവസാനം നമ്മൾ വിചാരിക്കും ആ ശത്രുവിന് മേൽ നമ്മൾ വിജയം നേടിയെന്ന്. യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നത് വെറും ഒരു ശൂന്യത മാത്രമാണ്. ഒന്നും ലഭിക്കുന്നില്ല. ശത്രുവിനെ ശിക്ഷിച്ചു എന്ന് നമ്മൾ കരുതുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ തന്നെയാണ് ശിക്ഷിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴും കാലങ്ങളും സമയങ്ങളും എല്ലാം കടന്നു പോയിട്ടുണ്ടാകും. പിന്നെ ഇതെല്ലാം അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, നമ്മുടെ കുടുംബം തന്നെയാണ്, നമ്മുടെ കുട്ടികൾ തന്നെയാണ്, നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. ആ ഒരു കുടുംബം ഇത് അനുഭവിക്കേണ്ട വ്യക്തികളായി മാറുകയാണ്. മരണം കൊണ്ട് എല്ലാ പകയും അവസാനിക്കണമെന്നുള്ളൊരു സാമാന്യ നിയമമുണ്ട്. പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു തീം. മരിച്ചതിന് ശേഷവും താൻ തിരിച്ച് പ്രതികാരം ചെയ്യേണ്ട ആൾ മരിച്ചതിന് ശേഷവും അവനെതിരെ പ്രതികാരം ചെയ്യാൻ, അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിനെതിരെ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്ന ലൂക്ക് ആന്റണി എന്ന നായക കഥാപാത്രം. ആ കഥാപാത്രത്തിനെ നമ്മളിലേക്ക് ആവാഹിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഒഴിവാക്കി കളയേണ്ട ഒരു കഥാപാത്രമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് വളരെ യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന നിമിഷങ്ങളിലാണ്. സിനിമയുടെ ടൈറ്റിൽ പറയുന്നത് പോലെ നോക്കുന്നവന്റെ മനസ്സും ചിന്തയും അനുസരിച്ച് മാറുന്നതാണ് ഇതിനകത്തെ പ്രതികാരത്തിന്റെ തീവ്രതയും. സ്വന്തം കുടുംബത്തെ തകർത്തവനോട് അവൻ മരിച്ചതിന് ശേഷവും പ്രതികാരം മനസ്സിൽ സൂക്ഷിക്കുന്ന ലൂക്ക് പ്രതികാരത്തിന്റെ മറ്റൊരു തലം നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെച്ച് നൽകുകയാണ്. സമൂഹത്തിൽ നല്ലവൻ അല്ലെങ്കിൽ നല്ലവൾ എന്ന പേരെടുത്ത് വ്യക്തി ജീവിതത്തിൽ പുറം ലോകത്ത് ക്രൂരമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന അനേകം പേർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അതുപോലുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ലൂക്ക് ആന്റണി പ്രതികാരം ചെയ്യാനായിട്ട് നടക്കുന്ന ആസിഫ് അലി കഥാപാത്രമായ ദിലീപ് എന്ന കഥാപാത്രം. ഈ ദിലീപ് എന്ന കഥാപാത്രം നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. അയാളുടെ പണം കൊണ്ടും സ്വാധീനം കൊണ്ടും എല്ലാം നാട്ടുകാരെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ദിലീപ് എന്ന കഥാപാത്രം. അയാൾ ആ നാട്ടിൽ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രവർത്തികൾ ചെയ്തിട്ട്, ഒരുപാട് ക്ലബ്ബുകൾ രൂപീകരിച്ച്, ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാക്കി, ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്ത് അവരെ എല്ലാം കയ്യിലെടുത്ത് വെച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് ദിലീപ്. ഒരു കൊലപാതകത്തിലൂടെ അയാൾ നേടിയ പണം കൊണ്ട് അയാളുടെ ആ വ്യാജ പ്രതിച്ഛായ ആ സമൂഹത്തിൽ, അയാളുടെ നാട്ടിലുള്ള സമൂഹത്തിൽ കൊണ്ടുവരാൻ അയാൾക്ക് നല്ലപോലെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് വേറൊരു കാര്യമാണ്. പുറം ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്ത് ഒരുപാട് സത്പ്രവർത്തികളും നല്ല കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർ ഒതുക്കി വെച്ചേക്കുന്ന ആ ക്രൂര പ്രവർത്തികൾ നമുക്ക് പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ ചില സംഭവങ്ങൾ എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ആൾക്കാരുണ്ട് പുറമേൽ ചിരിച്ചുകൊണ്ട് മുഖത്ത് പുഞ്ചിരി അണിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ തത്വജ്ഞാനങ്ങൾ കാണിച്ചുകൊണ്ട് ഒരുപാട് സത്പ്രവൃത്തികളൊക്കെ ചെയ്യും. പക്ഷെ അവരുടെ ഉള്ളിലുള്ള അവർ
അവരുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരുടെ ഭൂതകാലത്തിൽ അവർ ചെയ്ത ആ ക്രൂരതകൾ അവർ അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം ചോദിച്ചു കാണും, പക്ഷെ ഞാൻ ചോദിച്ചില്ലല്ലോ. അവൻ ചത്തു, മണ്ണ് തിന്നവനെ സാറിന് വേണ്ടി ദൈവം പകരം ചോദിച്ചു, അതുപോലെ ദൈവം ചോദിച്ചു കാണും, ഞാൻ ചോദിച്ചിട്ടില്ല. ദൈവത്തെക്കാൾ അർഹൻ ഞാൻ എന്നുള്ള ആ ലൂക്കിന്റെ ഡയലോഗ്, ആ ലൂക്കിന്റെ ചോദ്യം ഇവിടുത്തെ നീതി വ്യവസ്ഥയോടുള്ള ഒരു വിരൽ ചൂണ്ടലാണ്. നിയമവ്യവസ്ഥിതിയിലോ ദൈവത്തിലോ വിശ്വാസം ഇല്ലാതാവുമ്പോൾ തനിക്ക് കിട്ടേണ്ട നീതി താൻ തന്നെ നേടിയെടുക്കണം എന്നുള്ള ഒരു മനുഷ്യന്റെ അടങ്ങാത്ത പ്രതികാരം. അതാണ് ലൂക്കിലൂടെ നമ്മൾ, മമ്മൂട്ടി എന്ന ലൂക്ക് കഥാപാത്രത്തിലൂടെ നമ്മൾ കാണേണ്ടത്. ക്രൂരത അനുഭവിച്ചവന്റെ വേദന മണ്ണിട്ട് മൂടിയത് കൊണ്ട് അടങ്ങത്തില്ലല്ലോ. അത് അനുഭവിച്ചവനെ അറിയൂ അതിന്റെ വേദന എന്താണെന്ന്. അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇവൻ ആസിഫ് അലി ചെയ്ത കഥാപാത്രം, ആ ദിലീപ് എന്ന് പറയുന്ന കഥാപാത്രം ലൂക്കിനോട് ചെയ്ത ക്രൂരത അതിപ്പോഴും അനുഭവിക്കുന്നത് ലൂക്കാണ്. അത് അവന് പ്രതികാരം ചെയ്താലേ ബാക്കിയുള്ളവരെല്ലാം ആ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളവരല്ല. അതിന്റെ തീവ്രത അവന് മാത്രമേ അറിയൂ. ഒരു മനുഷ്യൻ മരിച്ചാലും അവൻ നേടിയെടുത്ത പ്രശസ്തിയാണ് അവനെ ആളുകൾക്കിടയിൽ ജീവിപ്പിക്കുന്നത്. അവൻ മരിച്ചുപോയാലും ആളുകൾ എന്നും അവനെ ഓർത്തിരിക്കും. അവൻ ചെയ്തിട്ടുള്ള ആ പ്രവൃത്തികൾ കൊണ്ട് അവനെ ആ നാട്ടിലുള്ള ജനങ്ങൾ അല്ലെ ആ സമൂഹത്തിലുള്ള ജനങ്ങൾ ഓർത്തിരിക്കും. ഓർമ്മകളെ പോലും തകർത്തെറിയുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രതികാരം തന്നെയാണ്. തന്നെ ചതിച്ച ദിലീപ് എന്ന കഥാപാത്രത്തിന്റെ തലയോട്ടി പോലും ലൂക്കിന് വെറും ഒരു ആശ്രയാണ്. അന്നേരം മനസ്സിലാവും, ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം പ്രതികാരം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. തൻ്റെ കുടുംബജീവിതം അല്ലെങ്കിൽ തനിക്കുണ്ടായ നഷ്ടങ്ങൾക്ക് കാരണമായ ആ ഒരു വ്യക്തിയോടുള്ള അവന്റെ പക എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് ആ ഒരു അവന്റെ തലയോട്ടിയിലോട്ട് ആശ്രയമായിട്ട് ഉപയോഗിച്ചിട്ട് അവന്റെ തലയോട്ടിയിലോട്ട് സിഗരറ്റിൽ നിന്നും ചാരം തട്ടിയിടുന്ന ആ സീനിൽ നമുക്ക് മനസ്സിലാവും. ദിലീപിന്റെ വീട്ടുകാർക്ക് അവനോടുള്ള സ്നേഹവും മതിപ്പും ഇല്ലാതാക്കാൻ വേണ്ടി ലൂക്ക് തിരഞ്ഞെടുക്കുന്ന വഴികൾ ആധുനികകരമായിട്ടുള്ള വഴികളാണ്. അവന്റെ അസ്ഥികൂടം വരെ തോണ്ടി ഡസ്റ്റ്ബിന്നിൽ കളയുന്ന രംഗമുണ്ട്. ഇതിലെല്ലാം നമ്മൾ ലൂക്കിന്റെ പക്ഷത്തു നിന്നാണ്, അവന്റെ വ്യൂവിലൂടെ മാത്രമാണ് ആ ചിത്രം നമ്മൾ കണ്ടുപോകുന്നത്. അവന്റെ പ്രതികാരം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഭൂരിഭാഗം ആൾക്കാരും. ലൂക്ക് ആന്റണിയായിട്ട് മമ്മൂട്ടി നിറഞ്ഞാടുമ്പോൾ ഇതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന, ഇതിനോട് കിടപിടിക്കുന്ന, ഇതിൽ നിന്റെ ഓപ്പോസിറ്റ് അതേ ബലമുള്ള ഒരു കഥാപാത്രമാണ് ബിന്ദു പണിക്കർ അവതരിപ്പിച്ച ദിലീപിന്റെ അമ്മ വേഷം. ആ സീത എന്ന കഥാപാത്രം മകൻ കാണിച്ച ക്രൂരതകൾക്കും കൊള്ളരുതാഴികൾക്കും എല്ലാം കൂട്ടുനിൽക്കുന്ന ഒരു അമ്മയായിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. റോഷാക്ക് എന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പാണ്. മറ്റുള്ളവരുടെ സമാധാനവും സന്തോഷവും എല്ലാം തല്ലിക്കെടുത്തുന്ന ആ ക്രൂര മനസ്സുള്ളവർക്ക് നേർക്കുള്ള ഒരു താക്കീത്. എന്ത് തെറ്റ് ചെയ്താലും താൻ വളരെ സുരക്ഷിതനാണ്, താൻ ഒരു സ്നേഹനിധിയായിട്ടുള്ള ഒരാളാണ്, താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്, അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനില്ല എന്ന് കരുതുന്നവർക്കുള്ള ഒരു താക്കീതാണ്. ഏത് മണ്ണിട്ട് മൂടിയാലും എത്ര കാലം കഴിഞ്ഞാലും ആ ക്രൂരത അനുഭവിച്ചവരുടെ പിൻഗാമികളോ മുൻഗാമികളോ എന്നായാലും തിരിച്ചു വന്ന് തന്നോട് പ്രതികാരം ചെയ്യും എന്ന് ഓർത്തിരിക്കുന്നത് നല്ലത് തന്നെയാണ്. അവർ വരുന്നത് ഒരുപക്ഷെ നിങ്ങളെ കൊല്ലാനല്ല, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെ ആ സമൂഹത്തിൽ നിന്നോ ഈ ലോകത്തിൽ നിന്നോ തന്നെ തുടച്ചു മാറ്റപ്പെടുവാനാണ് അവർ തുനിഞ്ഞിറങ്ങിയേൽക്കുന്നത്. അതുകൊണ്ട് ഈ ചിത്രം, ഈ ഒരു സിനിമ, ഈ ഒരു ലൂക്ക് എന്ന കഥാപാത്രം, അല്ലെങ്കിൽ ദിലീപ് എന്ന ആ ഒരു വ്യക്തിത്വത്തെ മനസ്സിൽ പേര് നടക്കുന്ന എല്ലാ ആൾക്കാർക്കും റോഷാക്കിലെ ലൂക്ക് എന്ന കഥാപാത്രം എതിരെ വരും എന്നുള്ളൊരു തോന്നൽ കൊണ്ടെത്തിക്കുന്നതാണ് ഈ ചിത്രത്തിന്റെ യഥാർത്ഥ വിജയം. ഒരു കടുത്ത സിനിമാ പ്രേമി എന്ന നിലയിൽ എനിക്ക് കിട്ടിയ നല്ലൊരു അനുഭവമാണ് ഈ സിനിമ. ഈ സിനിമയിൽ നിന്നും ഒരു പ്രതികാരത്തിന്റെ കഥ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ആ പ്രതികാരം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഇത് പ്രതികാരം ചെയ്തു കഴിഞ്ഞ് ലൂക്ക് ആന്റണി അനുഭവിക്കുന്നത് എന്താണ്? അവൻ വീണ്ടും ആരുമില്ലാത്തവനായി തന്നെയാണ് അവന്റെ മടക്കം. അവൻ നിയമവ്യവസ്ഥയ്ക്ക് കീഴടങ്ങിയേ പറ്റൂ. അവനും ആ പ്രതികാരത്തിലൂടെ തന്നെ അവനും ചാമ്പലാകുകയാണ്. പ്രതികാരം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് ഈ ഒരു ചിത്രം ഒരു താക്കീതാണ്. നന്ദി, നമസ്കാരം.